പരിചയസമ്പന്നരും പുതുമുഖങ്ങളും അടങ്ങുന്നതാണ് പുതിയ മംഗലം പഞ്ചായത്ത് ഭരണസമിതി. മുൻ ഭരണസമിതി അംഗങ്ങളും ഒപ്പം പുതിയ അംഗങ്ങളും ഉൾപ്പെടുന്ന ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വരണാധികാരിയായ താനൂർ AEO PV ശ്രീജയിൽ നിന്ന് മുതിർന്ന അംഗം VP മൊയ്തീൻ കോയ സത്യവാചകം ഏറ്റുചൊല്ലിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. മറ്റംഗങ്ങൾക്ക് VP മൊയ്തീൻ കോയ സത്യവാചകം ചൊല്ലി നൽകി. മംഗലം ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹസൻ അനീഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മംഗലത്ത് നിന്ന് പ്രകടനമായാണ് UDF അംഗങ്ങൾ സത്യപ്രതിജ്ഞാ നഗരിയിലേക്ക് എത്തിയത്. തുടർന്ന് മംഗലം പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ചടങ്ങിന് സാക്ഷിയാകാൻ ഒട്ടേറെ ആളുകൾ എത്തിയിരുന്നു. മംഗലം പഞ്ചായത്തിൽ ഇക്കുറിയും UDFനാണ് ഭരണം. മുൻ ഭരണസമിതി കാലാവധി കഴിയാൻ വൈകിയതിനാലാണ് പുതിയ ഭരണസമിതിയുടെ സത്യപ്രതിജ്ഞ താമസിച്ചത്. ആകെ 21 അംഗ ഭരണസമിതിയിൽ ഇക്കുറി UDFന് മൃഗീയ ഭൂരിപക്ഷമാണ്. ഒരു കോൺഗ്രസ് സ്വതന്ത്രൻ ഉൾപ്പെടെ UDFന് 17 അംഗങ്ങളും LDFന് 4 അംഗങ്ങളാണുള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം VP മൊയ്തീൻ കോയയുടെ അധ്യക്ഷതയിൽ ആദ്യ ബോർഡ് യോഗവും ചേർന്നു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകൾ ഈ മാസം 5-ന് രാവിലെയും ഉച്ചയ്ക്കുമായി നടക്കും. ഈ ചാനൽ ന്യൂസ്, തിരൂർ. എനിക്ക് നല്ല ടെൻഷനുണ്ട്. അയ്യോ, ഒരു മിനിറ്റ്. അച്ഛ PG എൻട്രൻസ് അല്ലേ, മനസ്സറിഞ്ഞ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. പഠിച്ചത് മാത്രമേ വരുള്ളൂ മോളെ. അഡ്മിഷന്റെ ഫീസിന്റെ കാര്യത്തില് അച്ഛനൊരു വഴി കണ്ടിട്ടുണ്ട്. വരിക. KSFE, ഈ നാടിന്റെ ധൈര്യം.